മൈസൂരുവിലെ നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലുകളിൽ വിളമ്പുന്ന ഗുണനിലവാരമില്ലാത്ത ഭക്ഷണമെന്ന വിദ്യാർത്ഥികളുടെ പരാതിയിൽ കടുത്ത നടപടിയുമായി കർണാടക സർക്കാർ ഗ്ലോബൽ എഡ്യൂക്കേഷൻ സർവീസ് എന്ന സ്ഥാപനം പൂട്ടി. കൺസൾട്ടൻസിയുടെ ലൈസൻസും റദ്ദാക്കി. KC വേണുഗോപാൽ MP ഇടപെടലിനെ തുടർന്നാണ് നടപടി. മെസ് സംവിധാനം പൂർവ്വസ്ഥിതിയിലാകുന്നതുവരെ വിദ്യാർത്ഥികളോട് നാട്ടിൽ തുടരാൻ കോളേജ് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സജു ചാമക്കാലിൽ ബംഗളൂരിൽ ചെന്നു. സജു, അങ്ങേയറ്റം ധാർഷ്ട്യപരമായ വിശദീകരണവും മറുപടിയുമാണ് ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൽ നിന്ന് ലഭിച്ചത്. വിദ്യാർത്ഥികൾക്കടക്കം ഒടുക്കം അവർക്കെതിരെ നടപടി വന്നിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? സുഹൈല, തീർച്ചയായിട്ടും അതായത് വിദ്യാർത്ഥികളോട് സ്വാഭാവികമായിട്ടുള്ള ഒരു നീതിക്ക് അപ്പുറമായിട്ട് വിദ്യാർത്ഥികളോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് പോലും അറിയാത്ത മെസ് ജീവനക്കാർ അല്ലെങ്കിൽ മെസ് അധികൃതരെയാണ് നമ്മൾ ഈ വാർത്തയിലൂടെ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് അവർ കുറച്ച് നാളുകളായിട്ട് ഈ ഒരു പ്രശ്നം അനുഭവിക്കുകയാണ്. കുറേ കാലമായിട്ട് അവർക്ക് ലഭിക്കുന്ന ഭക്ഷണം 6 മാസത്തിലധികമായി ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് പോലും അവർ ഈ ഭക്ഷണം കഴിച്ച് അവർ ബുദ്ധിമുട്ടുകയായിരുന്നു. അതിനിടയിലാണ് അവർ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോളേജിനെ ധരിപ്പിക്കുന്നു. ഈ വിഷയത്തിൻ്റെ അതായത് CCTV ദൃശ്യങ്ങൾ, അതോടൊപ്പം തന്നെ ഇവർ അവിടെ നടത്തിയ പരിശോധന ദൃശ്യങ്ങളടക്കം കോളേജിനെ ധരിപ്പിക്കുന്നു, അതോടൊപ്പം തന്നെ മെസ് ജീവനക്കാരെ ധരിപ്പിക്കുന്നു. പക്ഷേ യാതൊരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് അവരിപ്പോൾ മാധ്യമങ്ങളെ ബന്ധപ്പെടുകയും മാധ്യമങ്ങളിലൂടെ ഈ വാർത്ത പുറത്തു വരികയും. എന്തായാലും ഇതിപ്പോഴും നടപടി ഉണ്ടായിരിക്കുകയാണ്. ഗ്ലോബൽ എഡ്യൂക്കേഷണൽ സൊസൈറ്റി അല്ലെങ്കിൽ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ സർവീസ് എന്ന് പറയുന്ന സ്ഥാപനം മലയാളികൾ നടത്തുന്ന ഒരു സ്ഥാപനമാണ്. ഇപ്പോൾ പൂട്ടാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കടുത്ത നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത്. KC വേണുഗോപാൽ രാവിലെ ഈ വാർത്ത കണ്ടുകൊണ്ട് അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിരുന്നു. മുഖ്യമന്ത്രിയെ വിളിച്ചിരുന്നു, വിദ്യാഭ്യാസ മന്ത്രിയെ വിളിച്ചത്. ഉടൻ തന്നെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് സ്ഥാപനത്തിന് ലൈസൻസ് റദ്ദു ചെയ്യുന്ന തരത്തിലേക്ക് നടപടി സ്വീകരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ശുപാർശ ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ തോതിൽ വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടായി വിദ്യാർത്ഥികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ പാറ്റ, അതോടൊപ്പം തന്നെ രക്തം, അതായത് ചിക്കൻ കറിയിൽ രക്തമുണ്ട്, കോഴിത്തൂവലുണ്ട്. അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടുകളാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്. ഏകദേശം 5 കോളേജുകളിലെ വിദ്യാർത്ഥികൾക്കാണ് ഒരേ സ്ഥലത്ത് നിന്ന് ഭക്ഷണം പാകം ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്ഥലങ്ങളിലെ വിദ്യാർത്ഥികൾ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ആരോഗ്യ പ്രശ്നം ഉണ്ടായിട്ട് പോലും അവർ ഈ കാര്യങ്ങളൊക്കെ പങ്കുവച്ചിട്ട് യാതൊരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ അവർ മാധ്യമങ്ങളിലൂടെ ഈ വിവരം പുറംലോകത്തെ അറിയിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ അതിലൊരു ഇടപെടൽ, അടിയന്തര ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും. എന്തായാലും ഇപ്പോൾ ഈ കോളേജുകളൊക്കെ അടച്ചിടുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ച വിദ്യാർത്ഥികൾ പറയുന്നത് ഒരാഴ്ച വരെ കോളേജ് അടച്ചിടുകയാണ്. പ്രത്യേകിച്ച് പകരം സംവിധാനം ഏർപ്പെടുത്താൻ സാധിക്കാത്തതിനാൽ ഒരാഴ്ച നാട്ടിലേക്ക് പോകാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒരാഴ്ചയ്ക്ക് ശേഷം പകരം സംവിധാനം ഏർപ്പെടുത്തിയതിനു ശേഷം അവരിപ്പോൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നാൽ മതി എന്നാണ് ഇപ്പോൾ കോളേജ് നൽകുന്ന നിർദ്ദേശം. സുഹേൽ, എന്തായാലും പണം കൊടുത്ത് കഴിക്കാൻ വാങ്ങിയതിലാണ് കോഴിത്തൂവലും രക്തവും അടക്കമുള്ള സംഭവങ്ങൾ. അതൊക്കെ ചോദ്യം ചെയ്തപ്പോൾ വേണമെങ്കിൽ കഴിച്ചാൽ മതിയെന്ന ധിക്കാര ധാർഷ്ട്യ മറുപടി. ആ മറുപടിക്ക് ഇപ്പോൾ നടപടി ഉണ്ടായിട്ടുണ്ട്. തൽക്കാലം ആ സ്ഥാപനം അത് തന്നെ അങ്ങ് പൂട്ടിയിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.